ചാനൽ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മളുടെ ആൻറ്റിയുടെ ഗോൾഡൻ ജൂബിലി എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മൾ ഫാമിലിക്ക് ഫുൾ ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇനി ഒരുപാട് നമുക്ക് സംസാരിച്ചുകൊണ്ട് നിൽക്കാനെന്നുള്ളൊരു ടൈമില്ല. അപ്പോൾ ഇതാ പള്ളിയുടെ ഫ്രണ്ടിൽ നമ്മളെല്ലാം സെറ്റാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. ഇനി അങ്ങോട്ടെല്ലാം വിഷ്വൽസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ശരി, അടിച്ചോളൂ. സുവർണ ജൂബിലി. ദൈവാനുഗ്രഹത്തിന്റെ അനുഗ്രഹീത കരങ്ങൾ വ്യക്തികളെ ആൺപൊൽകുന്നതിന്റെ സന്തോഷപൂർവമായ അനുസ്മരണമാണ് ജൂബിലി വേളകൾ. 1974 ദൈവാനുഗ്രഹത്തിന്റെ അനുഗ്രഹീത കരങ്ങൾ പാത്താടൻ സെബാസ്റ്റ്യൻ ഏലമ്മ ദമ്പതികളുടെ 6 സന്താനങ്ങളിലെ റോസിലിയെ തെരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ച് തന്റെ വിശ്വസ്ത ശുശ്രൂഷയ്ക്കായി നിയോഗിച്ച് വിശുദ്ധ കുർബാനയുടെ ആരാധന സന്യാസിനിയാക്കിയതിന്റെ 50ാം വാർഷിക ആഘോഷ വേളയിലായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ വിശുദ്ധ ഗ്രന്ഥവചനം.
വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയിലെ നരം ചെയ്ത കർത്താവ് ഈ സഹോദരിയുടെ വഴികൾ പ്രകാശിപ്പിക്കട്ടെ. ആമേൻ.
സമർപ്പണ ജീവിതത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ പാത്താടൻ ഫാമിലിയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അഭിമന്യ പിതാവിനെയും എല്ലാ വിശിഷ്ട അതിഥികളെയും കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ശാന്തവും ലാളിത്യവും വിശുദ്ധിയുമാർന്ന ഒരു ജീവിതത്തിന് ഉടമയായ പിതാവിനെ അമ്മയും അങ്കിളും ആന്റിയും കൂടെ ചെന്ന് വിളിച്ചപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാമെന്ന് സമ്മതിക്കുകയായിരുന്നു. ആന്റിയുടെ ഈ ജീവിതയാത്രയിൽ എപ്പോഴും ഞങ്ങൾ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും വേണ്ടിയും സന്യാസി സമൂഹത്തിന് വേണ്ടിയുമാണ് ആന്റി കൂടുതലായിട്ടും പ്രാർത്ഥിച്ചിട്ടുള്ളത്. ആ പ്രാർത്ഥനകൾക്ക് പകരം നൽകുവാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ മറ്റൊന്നുമില്ല. ആന്റിയുടെ ഈ ജൂബിലി ദിനം നിറമുള്ള ഓർമ്മകളാക്കാൻ ഒരു കുഞ്ഞു സമ്മാനം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ സമ്മാനം ഒരുക്കുവാനായിട്ട് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് എന്നോടൊപ്പം നിന്ന 2-3 പേരെ ഈ അവസരത്തിൽ ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയാണ്. നിങ്ങൾ ഇനി കാണാൻ പോകുന്ന ഈ വീഡിയോ ശബ്ദം കൊടുത്ത് അതിന് ജീവൻ നൽകിയ എൻ്റെ പ്രിയ കൂട്ടുകാരി മീരയെയും, മീര 2020 ബെസ്റ്റ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള കേരള സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. അതുപോലെ തന്നെ ഞാൻ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചിരുന്നത് അത് വിഷ്വലി ഇത്ര മനോഹരമാക്കി ഒത്തിണക്കി തന്ന ഇതിന്റെ എഡിറ്റർ സംഗീതനെയും, അതുപോലെ തന്നെ ഇതിന്റെ ഫുൾ സ്ക്രിപ്റ്റ് വർക്ക് നടത്തിയിരിക്കുന്നത് ആന്റിയുടെ പ്രിയ കുഞ്ഞനുജത്തി എൻ്റെ അമ്മയാണ്. അമ്മയെയും സ്പെഷ്യലി ജോബുടനെയും ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. ആന്റിയുടെ കുറെ നല്ല ഓർമ്മകളിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരും തിരിച്ചു കൊണ്ടുപോവുകയാണ്. നമുക്ക് എല്ലാവരും ഒരുമിച്ചിരുന്ന് അതൊന്ന് കണ്ടുനോക്കിയാലോ? ഓക്കെ, 70 വർഷങ്ങൾക്ക് മുമ്പ് സെബാസ്റ്റ്യന്റെയും ഏലമ്മയുടെയും 6 മക്കളിൽ 4ാമത്തെ മകളായി എളവൂർ പാത്താടൻ കുടുംബത്തിൽ 1953 ഏപ്രിൽ 8-ന് ഈ വീട്ടിലായിരുന്നു സിസ്റ്റർ റോസ്ലിയുടെ ജനനം. അവർ അവൾക്ക് വിശുദ്ധ റോസ പുണ്യവതിയുടെ റോസ് എന്ന പേര് നൽകി. കുടുംബാംഗങ്ങളുമൊത്ത് വളരെ സന്തോഷം നിറഞ്ഞൊരു ജീവിതമായിരുന്നു. അമ്മ പഠിപ്പിച്ച പ്രാർത്ഥനയിലൂടെ റോസ് ചെറുപ്രായം മുതലേ ദൈവത്തെ തേടിയുള്ള യാത്ര ആരംഭിച്ചു. കൂട്ടുകാരുമൊത്ത് വളരെ സന്തോഷത്തോടെ സ്കൂളിൽ പോകുമായിരുന്നു. പള്ളിയിലെ പരിപാടികൾക്കും CLCയിലും റോസും ഗ്രേസിയും ഏലിശോയും എപ്പോഴും ഒരുമിച്ചായിരുന്നു. പ്രാർത്ഥനയിലും അനുസരണയിലും ഇവർ എന്നും മുൻപന്തിയിലായിരുന്നു. ഇതിലേറ്റവും രസം ഇവർ 3 പേരും ഇപ്പോൾ ഈശോയുടെ മണവാട്ടിമാരാണെന്നതാണ്. സ്കൂൾ അവധിക്കാലത്ത് മുരിങ്ങൂർ നിന്ന് ദീപയും അമ്മ വീട്ടിൽ നിന്ന് ആങ്ങളമാരും വരും. എല്ലാവരും കൂടെ കളിയും കഴിഞ്ഞ് ഞങ്ങളുടെ അമ്മ വീടായ വടയാറ്റെ ചോലങ്കേരി വീട്ടിലേക്ക് പോകും. അവിടെ അമ്മയുടെ ആങ്ങളയായ ഗീവർഗീസ് അച്ഛനുണ്ട്. കൂടാതെ ഇളയപ്പന്റെ മകനും അച്ഛനായിരുന്നു. അവിടെയും പ്രാർത്ഥന നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു. പിന്നെ എല്ലാവരും കൂടി ഇളയമ്മയുടെ വീടായ വൈക്കത്തെ ഉണ്ണിയാടത്ത് വരും. അവിടെ വൈകുന്നേരങ്ങളിൽ അമ്മച്ചിയുടെ ചൂട് പഴംപൊരിയും കഴിച്ച് എല്ലാവരും കൂടി വീട്ടിലെ കുളത്തിലേക്ക് ഒറ്റ ചാട്ടമാ. 1971 ഇളവൂർ മഠത്തിലെ സിസ്റ്റർ ടയോഫിനോടാണ് ആദ്യമായി മഠത്തിൽ ചേരാനുള്ള ആഗ്രഹം പറഞ്ഞത്. അതിനുശേഷം വീട്ടിൽ വന്ന് രാവിലെ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്ന അപ്പന്റെ അരികിൽ മഠത്തിൽ ചേരാനുള്ള ആഗ്രഹം ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. ഓഫീസിൽ പോകാനുള്ള തിരക്ക് കാരണം മറുപടിയൊന്നും പറഞ്ഞില്ല. വൈകിട്ട് വന്നപ്പോ കാര്യങ്ങൾ തിരക്കി. പ്രോഗ്രസ് ഒപ്പിടിക്കാൻ നിൽക്കുന്ന ഭയത്തോടെ നിന്നെങ്കിലും അഭിപ്രായ വ്യത്യാസം ഒന്നും അവർ പറഞ്ഞില്ല. നന്നായി സമയമെടുത്ത് പ്രാർത്ഥിച്ചൊരുങ്ങാനാണ് അപ്പനും അമ്മയും പറഞ്ഞത്. അങ്ങനെ 1 വർഷക്കാലം എടുത്ത് മഠത്തിൽ നിന്നും തന്ന ലിസ്റ്റ് പ്രകാരം അപ്പൻ വാങ്ങി തന്ന ട്രങ്ക് പെട്ടിയുമായി എല്ലാവരുമൊത്ത് ആഘോഷപൂർവ്വം 1972 ജൂൺ മാസം 5-ന് ആരാധനാസഭയായ കൊരട്ടി മഠത്തിൽ ചേർന്നു. 1974 മെയ് 2 സഭാവസ്ത്ര സ്വീകരണം. കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച്
ആദ്യ വ്രതവാഗ്ദാനം സ്വീകരിക്കുവാനായി മങ്കുഴിക്കരിപ്പിതാവിന്റെ ആശീർവാദത്തോടെ ആരാധനാ സഭയിലെ അംഗമായി കളമശ്ശേരിയിൽ സഭാവസ്ത്രം സ്വീകരിച്ചു. അന്ന് സഭാവസ്ത്രം സ്വീകരിച്ച പലരും ഈ കൂട്ടത്തിലുണ്ട്. എല്ലാവരെയും ഈ സമയം ഞങ്ങൾ ഓർക്കുന്നു. ഏപ്രിൽ 4 നിത്യവ്രതവാഗ്ദാനം. പിതാവിന്റെയും ജനറാളമ്മയുടെയും സാന്നിധ്യത്തിൽ ആലുവ ആരാധനാ സഭയുടെ ജനറലേറ്റിൽ വെച്ച് നിത്യവ്രതവാഗ്ദാനം സ്വീകരിച്ചു. അങ്ങനെ നാടും വീടും ഉപേക്ഷിച്ച് കർത്താവിനു വേണ്ടി പ്രേക്ഷിത പ്രവർത്തന മേഖലയായ വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു. മെയ് 5 സിൽവർ ജൂബിലി. എളവൂർ സെന്റ് മേരീസ് ഇടവകയിൽ 1999 സിസ്റ്റർ റോസലിയുടെ സിൽവർ ജൂബിലി. മാതാപിതാക്കളോടും കുടുംബാംഗങ്ങളോടും ഇടവക സമൂഹത്തോടുമൊത്ത് ആഘോഷപൂർവ്വം കൊണ്ടാടാൻ സാധിച്ചു. മെയ് 2 ഗോൾഡൻ ജൂബിലി ഇയർ. ഇങ്ങനെ ഒരു വർഷക്കാലം പ്രാർത്ഥനയും ജൂബിലി ആഘോഷങ്ങളുമാണ്. ഒരു മാസത്തെ ജൂബിലി പ്രാർത്ഥനയും ആരാധനയും എല്ലാം കഴിഞ്ഞ് സുവർണ ജൂബിലിയുടെ നിറവിൽ നമ്മളെല്ലാവരും എത്തിയിരിക്കുകയാണ്. ഇത് ഒരു വിശുദ്ധ വത്സരം കൂടിയാണ്. അതുകൊണ്ട് നിങ്ങളെ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഈ ജൂബിലിക്കുണ്ട്. ജൂബിലി എപ്പോഴും പഴയ കാര്യങ്ങൾ നന്ദിയോടെ ഓർക്കുവാനും ദൈവം തന്ന അനുഗ്രഹങ്ങളും ഇന്ന് വരെ കൈപിടിച്ചു നടത്തിയ അനുഭവങ്ങളും നന്ദിയോടെ സ്മരിക്കാനുമുള്ള അവസരമാണ്. അതിനോടൊപ്പം തന്നെ പ്രതീക്ഷയോടെ നാളെകളെ വരവേൽക്കാനും സന്തോഷത്തോടെ വരുന്ന കാര്യങ്ങളെ സ്വീകരിക്കാനുമായി മനസ്സിലൊരു കരുതൽ ഏറ്റെടുക്കുന്ന ഒരു വർഷം കൂടിയാണ്. ഈ വിശുദ്ധ വത്സരത്തിൽ സിസ്റ്ററുടെ സ്നേഹവും കരുതലും വാത്സല്യവും ദൈവകൃപയും ധാരാളമായി വീട്ടുകാരായ ഞങ്ങൾക്കും കിട്ടുന്നുണ്ട്. കുടുംബത്തിലെ ഓരോ വ്യക്തികളുടെയും പേരെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് സിസ്റ്റർ. ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും സിസ്റ്ററിനോടൊപ്പമുണ്ട്. അമ്മയോളം തന്നെ സ്നേഹം നൽകി ഞങ്ങളുടെ ഇടതും വലതും നിന്ന് ഞങ്ങളെ വളർത്തിയ ജ്യേഷ്ഠ സഹോദരങ്ങളായ കുഞ്ഞമ്മ ചേച്ചിയെയും ജോർജ് ചേട്ടനെയും വത്സ ചേച്ചിയെയും ഈ സമയം നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കടന്നുപോയെങ്കിലും ഇവരെല്ലാവരും സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ആങ്ങളമാരുടെ സ്നേഹവും കരുതലുമാണ് ഈ ഗോൾഡൻ ജൂബിലി. നമ്മുടെ പ്രിയപ്പെട്ട റോസ്ലി സിസ്റ്റർ ദൈവാനുഗ്രഹത്താൽ സഭാധികാരികളുടെ നിർദ്ദേശപ്രകാരം ഏൽപ്പിച്ചു കൊടുക്കുന്ന ജോലികൾ സന്തോഷപൂർവ്വം ചെയ്തു വരുന്നു. ഇപ്പോൾ കാക്കനാട്ടുള്ള രാജഗിരി എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഹോസ്റ്റലിൽ മദർ സുപ്പീരിയറായി സേവനം ചെയ്തു വരുന്നു. സമർപ്പണ ജീവിതത്തിന്റെ എല്ലാ സൗന്ദര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു ജീവിതമാണ് സിസ്റ്റർ നയിക്കുന്നത്. കുട്ടികളോട് വളരെ സൗഹാർദ്ദപരമായും ശകാരിച്ചും നേർവഴി കാണിച്ചു കൊടുക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ഒരു ദാനമാണ് സിസ്റ്ററിലുള്ളത്. ഞങ്ങളുടെ അപ്പൻ കൊടുത്ത ട്രങ്ക് പെട്ടിയുമായി ആ യാത്ര ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ തലമുറയിലെ മക്കൾക്ക് മാതൃകയാക്കാവുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട റോസ്ലി ആൻറ്റി പ്രാർത്ഥനകളിലൊക്കെ ഞങ്ങളെ ഓർക്കുന്ന ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ആൻറ്റിക്ക് എന്താ തോന്നിയത്? ഞാൻ പോലും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഈ ഫോട്ടോകളിൽ പലതും എൻ്റെ ഓർമ്മയിൽ നിന്നൊക്കെ പോയി ഇത് എവിടെ നിന്ന് കളക്ട് ചെയ്തു എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു.
ഇത് എവിടെയൊക്കെ കണ്ടുപിടിച്ചു, എവിടെ നിന്നൊക്കെ തപ്പി പിടിച്ചു, ഇതങ്ങനത്തെ ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ എൻ്റെ മനസ്സിൽ പോലും കണ്ടില്ലായിരുന്നു. ഇതെങ്ങനെയാണ് രൂപപ്പെടുത്തിയതെന്ന് ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ ആ പഴയ ഫോട്ടോ ഒന്നും എൻ്റെ കയ്യിൽ പോലും ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഓർക്കണ പോലും ഇല്ല. ഇതൊക്കെ എവിടെ നിന്ന് കണ്ടുപിടിച്ച് സെലക്ട് ചെയ്തെന്ന് വെച്ചു. ഇത് ഉണ്ടാക്കിയ എൻ്റെ കൊച്ചനിയത്തി ഷാലിയും മുക്തയും എല്ലാവരും കൂടി ഇത് സംഘടിപ്പിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാവർക്കും ഉണ്ടാക്കിയവർക്കൊക്കെ പ്രത്യേക അഭിനന്ദനങ്ങൾ. എനിക്ക് സങ്കടം വന്നു. എൻ്റെ ചേച്ചിമാരെയൊക്കെ കണ്ടപ്പോഴും ഓർത്തപ്പോഴൊക്കെ അവരെല്ലാം പോയല്ലോ, ഈ സന്തോഷത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത്. എന്നാലും ഈ സന്തോഷത്തിൽ അവരും അവിടെയും കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ഉണ്ടാക്കിയ എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. താങ്ക് യു. വേണ്ടി ഇളയ സഹോദരൻ മിസ്റ്റർ റോയ് ആൻഡ് മിസസ് റാണി വേദിയിലേക്ക് എത്തുന്നു. ചേച്ചി എല്ലാവരും ക്രിസ്തുവിനെ കാണുന്നയാളാണ്. ക്രിസ്തുവിനെ പോലെ വിഷമിക്കുന്ന ആളുകളുടെ തിരുമുഖം തുറയ്ക്കുവാനും അവർക്ക് കഷ്ടതയുടെ സമയങ്ങളിൽ അവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുവാനും രോഗികളെ സന്ദർശിക്കുവാനും ഒക്കെ ഒരുപാട് സമയം കണ്ടെത്തുന്നുണ്ട് റോസലി ചേച്ചി. മാലാഖമാരോടൊത്ത് റോസാ പുഷ്പങ്ങൾ ഈ നിമിഷത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ വർഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ഒരുക്കുന്ന നല്ലവരായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. ഞാൻ മുക്തയെ കാണുകയാണ്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഷാലിയെ കാണുകയാണ്, അവരെ മറ്റുള്ള എത്രയോ പ്രിയപ്പെട്ട ആളുകൾ അവരെയൊക്കെ കാണുകയാണ്. അവരൊക്കെ നൽകിയ നല്ല പ്രവർത്തനങ്ങളെ ജോസിയേട്ടനെയും റോയിയൊക്കെ ഓർക്കുകയാണ്. ഒരുപാട് കുടുംബാംഗങ്ങളൊക്കെ വലിയ നിലയിലൊക്കെ സഹായിക്കുകയുണ്ടായി. ഇതിനോട് എല്ലാവരും ചേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഭംഗിയാക്കാനായിട്ട് ശ്രമിക്കുകയുണ്ടായി. വർഷങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. മനോഹരമായിട്ടുള്ള ആ ഗോൾഡൻ ജൂബിലിയുടെ ദീപോജ്വലമാണ് പിതാവ് നടത്തിയിരിക്കുന്നത്. സന്യാസ സമർപ്പണത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന സിസ്റ്റർ റോസലിക്ക് അനുമോദനങ്ങളും ഭാവങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. സന്നിഹിതനായിരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട റോസലിൻ സിസ്റ്റർ, ആദ്യമേ തന്നെ ഈ സുവർണ ജൂബിലിയുടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നതാണ്. ഇടവക കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഒരു മെമന്റോ സമ്മാനിക്കപ്പെടുന്നതെന്ന് ഞാൻ അറിഞ്ഞു. അവരെയും അല്പസമയത്തിനകം വേദിയിൽ പ്രതീക്ഷിക്കുകയാണ്. പാത്താടൻ കുടുംബത്തിന് വേണ്ടി പ്രതിനിധാനം ചെയ്തുകൊണ്ട് നമ്മുടെ തറവാട്ടിൽ നിന്ന്, നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ഇങ്ങനെ കഴിവും പ്രാപ്തിയുമുള്ള ചിന്തകൾക്കൊക്കെ അത് കർത്താവാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ, ധൈര്യപൂർവ്വം ചൂണ്ടിക്കാണിക്കാൻ കെൽപ്പുള്ള, കഴിവുള്ള, ആ ചൂണ്ടാണി വരലുള്ള, ആ നാവുള്ള ഒരു ചേച്ചിയെ കിട്ടിയത് ഞാൻ അഭിമാനിക്കുന്നു. ചേച്ചിക്ക് എല്ലാവരുടെയും പേരിൽ ഗോൾഡൻ ജൂബിലി ഇത്തരത്തിൽ പാത്താടൻ കുടുംബാംഗങ്ങളെ അമ്മമാരെ പേര് അഞ്ചെത്തി കണ്ടു. അവര് വളരെ കാര്യമായിട്ടാണ് ഈ ജൂബിലി ആഘോഷങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുന്നത്. ഭംഗിയായിട്ട് ഇത് ചെയ്തു. പ്രത്യേകം അഭിനന്ദിക്കാനായിട്ട്, നിങ്ങളെ അഭിനന്ദിക്കാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഒപ്പം തന്നെ
മാതാപിതാക്കളെയും സഹോദരങ്ങളെയും മന്മാരിൽ പോയ സഹോദരങ്ങളെ കാണിക്കുന്നുണ്ട്. അവരെ നിത്യശാന്തി തിരുമുഖ ദർശനം നൽകണമേ എന്ന് ഞാൻ ഇത്തരണത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ആദ്യം തന്നെ വേദിയിരിക്കുന്ന അഭിമന്യ പിതാവിനും ബാക്കി അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനൊക്കെ ഇനിയതായ നമസ്കാരം. അപ്പോൾ നമ്മുടെ റോസ്ലിയാനിയുടെ സുവർണ ജൂബിലി എന്നുവെച്ചാൽ ഈ ഫാമിലിയിലെ ഒരു മെമ്പറിന് എനിക്ക് പ്രത്യേകിച്ച് ഒരു ക്ഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഞാൻ ഈ കുടുംബത്തിലെ ഒരാൾ തന്നെയാണ്. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അത് നമ്മുടെ ഫാമിലിയിൽ തന്നെ ഒരു സിസ്റ്റർ അതും സുവർണ ജൂബിലി ആഘോഷിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു അഭിമാനമായിട്ട് തോന്നുന്നു. അപ്പോൾ ആ ഒരു ഫംഗ്ഷനിൽ ഞാൻ ചേട്ടൻ റോസ്ലിയാനിലേക്ക് ഞാൻ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നും കൊണ്ടുവന്നിട്ടില്ല. പ്രാർത്ഥിക്കണം റോസ്ലിയാനിക്ക് വേണ്ടി ഇനി അങ്ങോട്ടും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ദൈവത്തോടെ ഏറ്റവും ചേർന്നിരിക്കുന്ന ആൾക്കാരല്ലേ. നമ്മുടെ കാര്യങ്ങളൊക്കെ അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോട് ചെന്ന് അവരാണ് ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ അടുത്ത് പറയാൻ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ. അതുപോലെ അഭിമന്യ പിതാവ് അവരുടെ വേദിയിൽ കൊണ്ട് നമ്മുടെ MLA ഉണ്ണിയാരൻ കൊണ്ട് ഒത്തിരി ഞാൻ കൂടുതൽ സംസാരിക്കില്ല. കാരണം എല്ലാവരും മെസ്സേജ് ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. റോസ്ലിയാനിക്ക് വേണ്ടി എൻ്റെ വക ഒരു 4 പേര്. കാരണം പുള്ളിക്കാരി ഞാനല്ല ഉറങ്ങാത്തത്. അത്രയും എത്രയോ മാസങ്ങളായിട്ട് ഇപ്പൊ ഈ മേക്കപ്പിലൂടെയൊന്നും മുഖത്തിന് ക്ഷീണമൊന്നും അറിയത്തില്ലാത്തത് ഉറങ്ങുമെന്ന് ചോദിച്ചാൽ ദൈവത്തിന് അറിയാം. അങ്ങനെ ടെൻഷൻ അടിച്ച് ഈ ഫുള്ള് ഫംഗ്ഷൻ എനിക്ക് തോന്നുന്നത് ഇത് അലങ്കരിച്ചിട്ട് വരെ പുള്ളിക്കാരിയായി തോന്നും. നമ്മൾ പാട്ടൊക്കെ നേരത്തെ മൈനസ് ട്രാക്കൊക്കെ റെഡിയാക്കി. പിന്നെ മമ്മിയുടെ സാരി, ഡാൻസ്, എല്ലാവരുടെയും ഡ്രസ്സ് എന്ത് വൈറ്റ് വേണം. ഞാനിത് വൈകിട്ട് തന്നെ വൈറ്റ് പെട്ടെന്ന് നോക്കിയപ്പോൾ കിട്ടിയില്ല. ഈ ഭാഗ്യത്തിൽ ഒരു വൈറ്റ്, ആ വൈറ്റ് കിട്ടിയില്ലെങ്കിൽ എൻ്റെ മുതുകിന് എല്ലാവരും നാക്കുവിൻ്റെ കഴിയില്ല. അങ്ങനെ ഇനിയിപ്പോൾ അങ്ങ് സന്തോഷമായോ? ഇനി ഉറങ്ങാവോ? ഞങ്ങളെ ഉറക്കുവോ? അത്ര മതി. താങ്ക് യു ചേച്ചി.